എല്ലാവർക്കും നമസ്കാരം. അഞ്ജൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ഞാനിങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നത് എന്ന് വെച്ചാൽ, ഇന്ന് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന ബുദ്ധിമുട്ടാണല്ലോ ഓവർ വെയ്റ്റ്. അതിൻ്റെ സൊല്യൂഷനായിട്ടാണ് മക്കളെ ഞാൻ വന്നിരിക്കുന്നത്. അതാണ് എൻ്റെ ഫേസിൽ ഇത്രയൊരു പുഞ്ചിരി. കാരണം എന്തെന്നോ, വെയിറ്റ് കൂടിക്കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് എനിക്ക് ഓരോരുത്തരും ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ട് ഞാൻ കണ്ടിട്ടുമുണ്ട്. എനിക്ക് പേഴ്സണലി അറിയുകയും ചെയ്യാം. കാരണം എനിക്കും ബോഡി വെയിറ്റ് നല്ല പോലെ ഉള്ള ഒരാളായിരുന്നു. എന്നാൽ ഇപ്പോൾ നല്ലപോലെ കുറഞ്ഞു എന്നല്ല കേട്ടോ. എനിക്ക് 2014, 16, 17 ആ ഒരു സമയത്തൊക്കെ നല്ലപോലെ ബോഡി വെയിറ്റ് ഉണ്ടായിരുന്നു. 78 kg ഉണ്ടായിരുന്നു. അപ്പോൾ കാണുന്നവരെല്ലാവരും പറഞ്ഞു, കാരണം ഒന്നാമത്തെ എനിക്ക് ഹൈറ്റ് 153 ഉള്ളൂ. അപ്പോൾ വെയിറ്റ് 78 ആകുമ്പോൾ നിങ്ങൾക്കറിയാലോ എത്രത്തോളം അത് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന്. അപ്പോൾ ഓക്കെ, പക്ഷേ ഞാൻ ഒരു ബോഡി ഷേമിങ് ആയിട്ട് അങ്ങനെ അനുഭവിച്ചിട്ടൊന്നുമില്ല. കാരണം ഞാൻ അതിൽ അത്ര ബോധേഡല്ലായിരുന്നു. എന്നാൽ ഷുഗർ ക്രേവിങ്സ് നല്ല പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ലഡു ജിലേബി അതിനോടല്ലായിരുന്നു ഇഷ്ടം, ചായയോടായിരുന്നു. ചായ ലവർ എന്ന് പറയുന്നത് ഞാനായിരിക്കും മക്കളെ. കാരണം എനിക്ക് ചായ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇന്നും എനിക്ക് ചായ ഇഷ്ടമാണ്. എന്നാൽ ചായ കുടിക്കുന്നതിനനുസരിച്ച് ഞാൻ വണ്ണം വെക്കുന്നതിന് കൊണ്ട് ഇപ്പോൾ കുറച്ച് കൊണ്ടുവരികയാണ്. ഇപ്പോൾ പക്ഷേ ഞാൻ ചായ ഒഴിവാക്കി, ഞാൻ എൻ്റെ ക്രീമർ കോഫിയാണ് കഴിക്കുന്നത്. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്, ഇന്ന് ഓവർ വെയ്റ്റ് ആയിട്ട് ബുദ്ധിമുട്ടുന്നവരാണല്ലോ നമുക്ക് ചുറ്റുമുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ പ്രൊഫഷൻ എന്ന് പറയാം, ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ്. സ്റ്റാഫ് നേഴ്സ് ആകുമ്പോൾ തന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്താണ്, നമ്മൾ പഠിക്കുന്ന കാര്യം നമ്മളെ ലൈഫിലും കൂടി എന്താവണം, അത് പ്രാവർത്തികമാക്കണം. കാരണം പഠിച്ചിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ കൂടെ നമ്മളെ ലൈഫിലും അത് കൊണ്ടുവന്നാൽ നമുക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയാണ് ഇന്ന് ഞാൻ ചിന്തിച്ചത്. കാരണം എൻ്റെ ലൈഫിൽ ഞാനൊരു 78 kg ഇന്ന് 65 kg ആവാൻ കാരണക്കാരനായ ഒരു അടിപൊളി എൻ്റെ മാത്രം എനിക്കൊരു കൂട്ടുകാരനുണ്ട്. എന്നാൽ ആ കൂട്ടുകാരനെ ഞാൻ പരിചയപ്പെടുത്തും. പക്ഷേ ഇപ്പം അല്ല, നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം നമുക്ക് കാണാം. കാരണം വെയ്റ്റ് ലോസ് ജേണീൻ്റെ സ്റ്റാർട്ടിംഗ് ഡേ നാളെ മുതലാണ്. അപ്പോൾ ഞാൻ ഇന്നൊരു ഇൻട്രോ സെക്ഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയത്. കാരണം എൻ്റെ പേര് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഞാൻ എന്തിനാണ് വന്നിരിക്കുന്നതെന്നൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട്. കാരണം എൻ്റെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ജേണിയിൽ അല്ലെങ്കിൽ വെയ്റ്റ് ലോസ് ജേണിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. കാരണം ഇപ്പോൾ ഞാൻ 65 kg ഉണ്ട്. 78 എന്നാണ് 65 ആയത്. അത് ഞാൻ യൂസ് ചെയ്ത്, ഞാനിപ്പോൾ ഒരു കൂട്ടുകാരനെ പറ്റി പറഞ്ഞില്ലേ, ആ കൂട്ടുകാരനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പരിചയപ്പെടുത്തും. അത് കൂട്ടുകാരൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയല്ല കേട്ടോ, അതൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. നമ്മൾ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ പറയും, ഇന്നത്തെ കാലത്ത് കുറേ പ്രൊഡക്റ്റുകളുണ്ടല്ലോ. പക്ഷേ അതല്ല, 100% നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത്. ഞാനൊരു നേഴ്സ് ആയതുകൊണ്ട് അതിനെപ്പറ്റി സ്റ്റഡി ചെയ്തത് കൊണ്ടും തന്നെയാണ് യൂസ് ചെയ്തത്. എന്നാൽ എനിക്ക് നിങ്ങളെ മുന്നിൽ ഇനി അങ്ങോട്ട് കാണിക്കാനുള്ളത്, ഞാനിപ്പോൾ 65 kg ഉണ്ട്. ഞാൻ നാളെ ബോഡി വെയിറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. വെയ് മെഷീനിൽ നമുക്ക് കാണിക്കാം. ആ ഒരു 65 kg ഉള്ള എനിക്ക് എൻ്റെ ഐഡിയൽ വെയിറ്റ് എന്ന് പറയുന്നത് 50 kg ആണ്. കാരണം 153 ആണ് ഹൈറ്റ്. അതിൽ നിന്ന് 100 മൈനസ് ചെയ്യുമ്പോൾ 53 വരും. എന്നാൽ 53 പോരാ, എനിക്ക് 50 ആവണം. അപ്പോൾ ഞാൻ 50 kg ആക്കാനുള്ള മിഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആരൊക്കെ എൻ്റെ കൂടെ ഉണ്ട്? അപ്പോൾ ഈ ഒരു മിഷനിൽ ഭാഗമാക്കാൻ എല്ലാവർക്കും എൻ്റെ കൂടെ വരാം. നമുക്ക് ഒരുമിച്ച് നല്ലൊരു മാറ്റം കൊണ്ടുവരാം. കാരണം വെയിറ്റ് കൂടിയിട്ട് ഇനി ഒരാൾ പോലും സങ്കടപ്പെടാൻ പാടില്ല. നമുക്ക് ഡയറ്റ്, എക്സസൈസ്, ജിമ്മിൽ പോകുന്നത്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ജേണിയിൽ കാണിക്കാം. കൂടാതെ തന്നെ പല പുതിയ കാര്യങ്ങളും നിങ്ങൾ അറിയാനുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ വായോ. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേണി നമുക്ക് ഒരുമിച്ച് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു മിഷൻ വണ്ടർഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ടാക്കണം. അപ്പോൾ ഇനി വെയിറ്റ് ലോസിന് വേണ്ടി ശ്രമിക്കുന്നവർ എല്ലാവരും ഈ ഒരു വീഡിയോ നിർബന്ധമായിട്ടും കാണണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ഒരു അഞ്ജൂസ് വ്ളോഗിലൂടെ നമുക്ക് പല പുതിയ മാറ്റങ്ങളും കൊണ്ടുവരാൻ സാധിക്കണം. 2027 ആകുമ്പോഴേക്കും നിങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ചേഞ്ചസ് ആയിരിക്കണം. ഇന്ന് ഞാൻ ഈ പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നത്, നാളെ പുതിയ പല മാറ്റങ്ങളും നിങ്ങൾക്കും ലൈഫിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നാളെ കാണാം. ഈ ഒരു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ, ലവ് യു ഓൾ.